ആരിലും നാം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയാണ്. ദരിദ്രൻ നുണയനേക്കാൾ ഉത്തമനാണ്. നമ്മൾ കള്ളത്തരം പറയാൻ പ്ലാൻ ചെയ്യുമ്പം ഈ ഒരു കാര്യം ചിന്തിക്കണം നല്ലതാണ്. ആരിലും നാം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയാണ്. ദരിദ്രൻ നുണയനേക്കാൾ ഉത്തമനാണ്. നമ്മൾ ശരിക്കും ആരിൽ നിന്നും, നമ്മൾ നുണ പറയുന്നവരാണെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയാണ്. കള്ളന്മാർ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സത്യസന്ധരായിരിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്ന കാര്യം. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതിനകത്ത് പ്രശ്നം ഏതാണെന്നറിയാമോ? നമ്മൾ കള്ളത്തരം പറയണത് നമ്മളുടെ ഒരു സ്വഭാവമാണെങ്കിൽ പിന്നെ എങ്ങനെയാ സത്യസന്ധത പ്രതീക്ഷിക്കാൻ പറ്റണേ? സത്യസന്ധത ഒരിക്കലും കള്ളന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത് വെറുതെയാണത്. അത് വെറുതെ വിചാരിക്കുന്ന കാര്യമാണ്. സത്യസന്ധർക്കേ സത്യസന്ധരാവാൻ പറ്റുള്ളൂ. നമ്മൾ കള്ളത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവൻ നമ്മളോട് സത്യസന്ധതയായിരിക്കണമെന്ന് പറയണതിൽ എന്ത് കാര്യമുണ്ട്? കള്ളക്കടത്ത് നടത്തുന്നതിൽ ഒരു സത്യസന്ധതയുണ്ട് എന്ന് പറയണതിൽ എന്ത് കാര്യമുണ്ട്? അതിനകത്ത് ഒരു സത്യസന്ധതയില്ല. അതിനകത്ത് ഉള്ളവർ സത്യസന്ധത കീപ്പ് ചെയ്യുവാൻ ഒരു വഴിയുമില്ല. വിശ്വസ്തരായിരിക്കണമെന്ന്. എന്ത് വിശ്വസ്തരായിരിക്കണം? അവർക്ക് അവരുടെ ലാഭം ഉണ്ടാവുമ്പം അവർ അതുപോലെ മുമ്പോട്ട് പോകും. അവർക്ക് വേറൊരു ഡീലിലാണ് ലാഭമെങ്കിൽ അവർ ആ വഴിക്ക് പോകും. അതുകൊണ്ട് ഈ കള്ളത്തരത്തിൽ സത്യസന്ധതയ്ക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല എന്ന് നമ്മൾ കള്ളത്തരം കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് ഉണ്ടായാൽ മതി. സത്യസന്ധരായിട്ട് ജീവിക്കാൻ ഇത് പ്രേരിപ്പിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ പറഞ്ഞതാണ് കേട്ടോ. അല്ലാണ്ട് കള്ളത്തരം ചെയ്ത് ജീവിച്ചാൽ മതി നീ എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടതല്ല. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.